കൊഴിയാള കൊഴിയാള വേണ്ട അമ്മച്ചി, വേണ്ട, എടുക്കണ്ട, നാളെ വരുമല്ലോ. കൊഴിയാള വേണ്ട, ചാള മതി. എന്നാ ഇന്ന് എനിക്ക് നാടൻ ചാളയാണ് കിട്ടിയിരിക്കുന്നത്. 200 രൂപയ്ക്ക് ഇന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അവരതിൽ കൊഴിയാള ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിയില്ല. ഞാനങ്ങനെ ഇപ്പോൾ കൊഴിയാള അധികം കഴിക്കാറില്ല. ഞാൻ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് ഞാൻ പച്ചമുളക്, കറിവേപ്പില, ഒരു ടൊമാറ്റോ, ആവശ്യത്തിന് പുളി, അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചയ്ക്കാണ് അരപ്പ് ചേർക്കുന്നത്. പിന്നെ ഇത് ചാളമീൻ ഫ്രഷാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉള്ളി അതിലരച്ച് ചേർത്തത് കൊണ്ട് ഇതിൽ ഉള്ളി ഇട്ടിട്ടില്ല. അതിലേക്ക് കറിവേപ്പില ചേർത്ത്, ഞാൻ കറിവേപ്പില ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കറിവേപ്പില നല്ല ഫേവറേറ്റാണ്. അപ്പോൾ അതിൽ കുറച്ചധികം കറിവേപ്പില, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ആഡ് ചെയ്ത് ഇളക്കി മൂടി വയ്ക്കാം. അരപ്പൊന്ന് മൂടി വയ്ക്കും. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ അരപ്പൊന്ന് ഇളക്കിയിട്ട്, ഉപ്പ് ചേർത്തിട്ടില്ല, അവസാനം ചേർക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഫ്രഷാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് പിറക്കെ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് തിളച്ച് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റി പാകമായിട്ട് നമുക്ക് ഇറക്കാം. ഏകദേശം അരപ്പൊക്കെ ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മീൻ കറി പാകമായിട്ടുണ്ട്. നന്നായിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ എൻ്റെ ഇന്നത്തെ ചാള മീൻ കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം.